സെറ്റ്സ് ആൻഡ് ടോക്കൺസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഓരോ ക്ലാസ്സിലും കുറേശ്ശെയായിട്ടായിരിക്കും ടീച്ചർ ടോപ്പിക്ക് എടുത്ത് ഇടുന്നത്. അപ്പോൾ ഓരോ ക്ലാസ്സിലെ ടോപ്പിക്കും കറക്റ്റായിട്ട് പഠിച്ചു വേണം അടുത്ത ദിവസത്തെ ടോപ്പിക്ക് കേൾക്കാനായിട്ട്. കാരണം കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും ക്ലാസ് പോകുന്നത്. നിങ്ങൾക്കറിയാലോ, ഒന്നിൻ്റെ തുടർച്ചയായിട്ടായിരിക്കും നമ്മുടെ അടുത്ത ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്യാരക്ടർ സെറ്റും ടോക്കൺസും ആണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ക്യാരക്ടർ സെറ്റ് പറയുന്നതിന് മുന്നേ നമ്മുടെ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ച് അറിയണം അല്ലേ? ഇപ്പോൾ C++ ഈസ് എ പവർഫുൾ പോപ്പുലർ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്ഡ് ബൈ ജാനെ സ്റ്റോസ്റ്റർ. അപ്പോൾ ഇദ്ദേഹമാണ് C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഏതൊരു ലാംഗ്വേജ് നമ്മൾ പഠിച്ചാലും തുടക്കത്തിൽ നമ്മൾ പഠിക്കുന്ന എന്താണ്? അതിൻ്റെ അക്ഷരങ്ങളാണ് അല്ലേ? ഇപ്പം നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോഴും മലയാളം പഠിക്കുമ്പോഴും അതിൻ്റെ അക്ഷരങ്ങൾ ആദ്യം പഠിച്ചതിന് ശേഷം മാത്രമാണ് ആ അക്ഷരങ്ങൾ ഉപയോഗിച്ച് നമ്മൾ വാക്കുകളും സെൻറ്റൻസുകളും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ആദ്യം നമ്മൾ എന്ത് പഠിക്കണം? അക്ഷരങ്ങൾ എന്താണെന്ന് പഠിക്കണം. അപ്പോൾ ഇവിടുത്തെ അക്ഷരങ്ങൾ നമുക്ക് നോക്കാം. അതായത് ക്യാരക്ടർ സെറ്റ്. ഇപ്പോൾ C++ലെ ക്യാരക്ടർ സെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാം. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് വാലിഡ് സിംബൽസ്. വാലിഡ് സിംബലുകളുടെ ഒരു സെറ്റാണ് ക്യാരക്ടർ സെറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് ദി ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഓഫ് C++ ലാംഗ്വേജ്. C++ ലാംഗ്വേജിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ് ക്യാരക്ടർ സെറ്റ്. ഓക്കെ, അപ്പോൾ ക്യാരക്ടർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്ഷരങ്ങൾ ഉണ്ടെങ്കിലല്ലേ നമുക്ക് അടുത്ത വാക്കുകളും സെന്റൻസുകളും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഓഫ് C++ ലാംഗ്വേജ്. ഇനി ഏതൊക്കെ ക്യാരക്ടർ സെറ്റുകളാണ് C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, വൈറ്റ് സ്പേസ്, അതർ ക്യാരക്ടേഴ്സ്. ഈ 5 ആൾക്കാരാണ് നമ്മളിവിടെ ക്യാരക്ടർ സെറ്റായിട്ട് C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നത്. ലെറ്റേഴ്സ്. ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ എ മുതൽ ഇസഡ് വരെയും സ്മോൾ ലെറ്റർ എ ടു ഇസഡ് തുടങ്ങുന്ന ലെറ്റേഴ്സുകളെല്ലാം തന്നെ C++ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നുണ്ട്. C++ ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സമാനമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. ഇംഗ്ലീഷിലാണല്ലോ നമ്മുടെ ആ കോഡിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഉപയോഗിക്കുന്ന എ ടു ഇസഡും സ്മോൾ ലെറ്റർ എ ടു ഇസഡുമായിട്ടുള്ള ലെറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഇവിടെ ഡിജിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. 0 to 9 ഡിജിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, അതായത് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റുന്ന അഡിഷന് വേണ്ടിയിട്ടുള്ള പ്ലസ്, മൈനസ്, സ്റ്റാർ, സ്ലാഷ് തുടങ്ങിയ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഇവിടെ യൂസ് ചെയ്യുന്നു. അതുപോലെ വൈറ്റ് സ്പേസും അതർ ക്യാരക്ടേഴ്സും, ഇത് രണ്ടും നമുക്ക് അത്ര പരിചയമില്ല. നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോഴാണ് ഈ 2 കാര്യങ്ങൾ ഉപയോഗിക്കാറ്. അതായത് വൈറ്റ് സ്പേസ് എന്ന് പറയുന്നത് സ്പേസ് ബാർ, അതായത് ബ്ലാങ്ക് സ്പേസ്, ടാബ് സ്പേസ്, ക്യാരേജ് റിട്ടേൺ, ന്യൂ ലൈൻ തുടങ്ങിയവയൊക്കെയാണ് വൈറ്റ് സ്പേസ്. ഇതും C++ലെ വാലിഡ് ആയിട്ടുള്ള ക്യാരക്ടർ സെറ്റാണ്. അതർ ക്യാരക്ടേഴ്സ്, അതായത് C++ൽ 256 ആസ്കി ക്യാരക്ടേഴ്സ് കൂടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ C++ൽ ഉപയോഗിക്കുന്ന ക്യാരക്ടർ സെറ്റുകൾ ഏതൊക്കെയാണ്? ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, വൈറ്റ് സ്പേസ്, അതർ ക്യാരക്ടേഴ്സ്. ഓക്കെ, ഇനി C++ൽ ഉപയോഗിക്കുന്ന ടോക്കൺസ് എന്താണ് ടോക്കൺസ്? ടോക്കൺസ് ആർ ദി ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദി പ്രോഗ്രാം. ഏതൊരു പ്രോഗ്രാമിന്റെയും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്ക് ആണ് ടോക്കൺസ് എന്ന് പറയുന്നത്. അതായത് ക്യാരക്ടർ സെറ്റുകൾ ചേർത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വാക്കുകളാണ് ടോക്കൺസ്. ഓൾസോ നോൺ ആസ് ലെക്സിക്കൽ യൂണിറ്റ്സ്. ഇവയെ നമ്മൾ ലെക്സിക്കൽ യൂണിറ്റ്സ് എന്ന് വിളിക്കാറുണ്ട്. There are 5 types of tokens. 5 തരത്തിലുള്ള ടോക്കൺസ് ആണ് C++ൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഏതൊക്കെയാണ്? കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ലിറ്ററൽസ്, പഞ്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഈ 5 ടോക്കൺസ് ഓർത്തിരിക്കാൻ വേണ്ടി ഇവയുടെ സ്റ്റാർട്ടിംഗ് ലെറ്റർ ആയ KILPO കിൽപ്പോ എന്ന് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. K for keywords, I for identifiers, L for literals, P for punctuators, O for operators. അപ്പോൾ ഈ 5 ടൈപ്സ് ഓഫ് ടോക്കൺസ് ആണ് എവിടെ അവൈലബിൾ ആയിട്ടുള്ളത്? C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് കീവേഡ്സ്. വാട്ട് ഈസ് കീവേഡ്സ്? Keywords
convey a specific meaning to the language compiler. ലാംഗ്വേജ് കമ്പൈലർ എന്താണെന്ന് നമുക്കറിയാം. അതായത് നമ്മൾ ലാംഗ്വേജ് പ്രോസസ്സർ പഠിച്ചപ്പോൾ കമ്പൈലർ, ഇന്റർപ്രറ്റർ, അസംബ്ലർ തുടങ്ങിയവയെ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ കമ്പൈലർ എന്ന് പറയുന്നത് ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിലെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവെർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് പ്രോസസ്സറാണ്. അപ്പോൾ ഇവിടെ ലാംഗ്വേജ് കമ്പൈലറുകൾക്ക് സ്പെസിഫിക് മീനിങ് പ്രൊവൈഡ് ചെയ്യുന്ന വാക്കുകളാണ് കീവേഡ്സ്. ഓൾസോ നോൺ ആസ് റിസർവ്ഡ് വേർഡ്സ്. ഇവയെ റിസർവ്ഡ് വേർഡ്സ് എന്ന് വിളിക്കാറുണ്ട്. There are 48 keywords in C++. C++ലെ 48 keywords ആണ് ഉള്ളത്. എക്സാമ്പിൾ ഇന്റ്, ക്യാർ, ഫ്ലോട്ട്, ഇഫ്, എൽസ്. ഇവയൊക്കെയാണ് C++ൽ ഉപയോഗിക്കുന്ന കീവേഡ്സ്. നെക്സ്റ്റ് ഐഡന്റിഫയേഴ്സ്. ഐഡന്റിഫയേഴ്സ് ആർ യൂസർ ഡിഫൈൻഡ് വേർഡ്സ്. യൂസർ ഡിഫൈൻ ചെയ്യുന്ന വാക്കുകളാണ് ഐഡന്റിഫയേഴ്സ്. ഇപ്പൊ കീവേഡ്സ് എന്തായിരുന്നു? കീവേഡ്സ് എന്ന് പറയുന്നത് സ്പെസിഫിക് മീനിങ് ആയിട്ട് ഉള്ള വാക്കുകളാണ്. അത് ബിൽറ്റ് ഇൻ വാക്കുകളാണ്, അതായത് നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്ന വാക്കുകളുമാണ്. പക്ഷെ ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻ ചെയ്യുന്ന വാക്കുകളാണ്, വേർഡ്സ് ആണ്. എന്തിനാണ് യൂസർ വേർഡ്സ് ഡിഫൈൻ ചെയ്യുന്നത്? യൂസ്ഡ് ടു നെയിം ഡിഫറെന്റ് പ്രോഗ്രാം എലമെന്റ്സ് സച്ച് എസ് മെമ്മറി ലൊക്കേഷൻ, സ്റ്റേറ്റ്മെന്റ്സ്, ഫങ്ഷൻസ്, ഒബ്ജക്ട്സ്, ക്ലാസസ് എക്സെട്ര. അതായത് പ്രോഗ്രാം എലമെന്റുകൾക്കോ മെമ്മറി ലൊക്കേഷൻസിനും സ്റ്റേറ്റ്മെന്റുകൾക്കും ഒക്കെ പേര് കൊടുക്കുന്നതിന് വേണ്ടി യൂസർ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഐഡന്റിഫയേഴ്സ്. ഒരു മെമ്മറി ലൊക്കേഷന് പേര് കൊടുക്കുകയാണെങ്കിൽ അവയെ നമ്മൾ വേരിയബിൾസ് എന്നാണ് വിളിക്കാറ്. ഐഡന്റിഫയേഴ്സ് ഓഫ് മെമ്മറി ലൊക്കേഷൻസ് ആർ കോൾഡ് വേരിയബിൾസ്. ഐഡന്റിഫയേഴ്സ് അസൈൻ ടു സ്റ്റേറ്റ്മെന്റ്സ് ആർ കോൾഡ് ലേബൽസ്. അതായത് സ്റ്റേറ്റ്മെന്റിന് പേര് കൊടുത്താൽ നമ്മൾ എന്തെന്ന് വിളിക്കും? ലേബൽസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. Identifiers used to refer a set of elements are called function names. അതായത് ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റുകൾക്ക് പേര് കൊടുത്താൽ അതിനെ നമ്മൾ ഫംഗ്ഷൻ നെയിം എന്ന് വിളിക്കും. അപ്പോൾ ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻ ചെയ്യുന്ന വേർഡ്സ് ആണ്. ഫംഗ്ഷനോ സ്റ്റേറ്റ്മെന്റുകൾക്കോ മെമ്മറി ലൊക്കേഷൻസിനോ ഒക്കെ പേര് കൊടുക്കുന്നതിന് വേണ്ടി യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന വാക്കുകളെയാണ് ഐഡന്റിഫയേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി ഇങ്ങനെ നമ്മൾ യൂസർ ഒരു പേര് ഡിഫൈൻ ചെയ്യുമ്പോൾ പാലിക്കപ്പെടേണ്ടുന്ന റൂൾ ഉണ്ട്. അതായത് ദ റൂൾസ് ഫോർ കൺസ്ട്രക്ടിങ് ഐഡന്റിഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഐഡന്റിഫയേഴ്സ് ഈസ് ആൻ ആർബിട്രറി ലോങ് സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ. ഐഡന്റിഫയർ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്തൊക്കെയായിരിക്കണം? സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ് ആകാം, ഡിജിറ്റ്സ്, അണ്ടർസ്കോർ. ഈ 3 കാര്യങ്ങളെ ഒരു ഐഡന്റിഫയറിന് പേര് കൊടുക്കാനായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് ലെറ്റർ ഉപയോഗിക്കാം, ഡിജിറ്റ്സ് ഉപയോഗിക്കാം, അണ്ടർസ്കോർ ഉപയോഗിക്കാം. രണ്ടാമത്തെ റൂൾ നോക്കൂ. ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി എ ലെറ്റർ ഓർ അണ്ടർസ്കോർ. ആദ്യത്തെ ക്യാരക്ടർ എന്തായിരിക്കണം? ഒരു ലെറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ അണ്ടർസ്കോർ ആയിരിക്കണം. അപ്പം ഐഡന്റിഫയറിന്റെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് ലെറ്ററിലോ അണ്ടർസ്കോറിലോ ആയിരിക്കണം. വൈറ്റ് സ്പേസ് ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആർ നോട്ട് അലൗഡ്. വൈറ്റ് സ്പേസും സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ക്യാരക്ടർ സെറ്റ് പഠിച്ചപ്പോൾ വൈറ്റ് സ്പേസും സ്പെഷ്യൽ ക്യാരക്ടേഴ്സും കണ്ടില്ലേ? ഇവയൊന്നും ഐഡന്റിഫയറിൽ ഉപയോഗിക്കാൻ പാടില്ല. കീവേഡ്സ് കനോട്ട് ബി യൂസ്ഡ് ആസ് ആൻ ഐഡന്റിഫയർ. കീവേഡുകൾ ഒന്നും തന്നെ ഐഡന്റിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. കാരണം കീവേഡ്സ് ഒക്കെ എന്താണ്? റിസർവ്ഡ് വേർഡുകളാണ്, നേരത്തെ എഴുതപ്പെട്ട് വെച്ചേക്കുന്ന വാക്കുകളാണ്. അവയ്ക്ക് ഓരോന്നിനും പ്രത്യേകമായ മീനിങ്ങും ഉണ്ട്. അപ്പൊ ആ വാക്കുകളൊന്നും തന്നെ നമുക്ക് പേര് കൊടുക്കാനായിട്ട് യൂസറിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് ആർ ട്രീറ്റഡ് ഡിഫറെന്റ്ലി. വലിയ അക്ഷരവും ചെറിയ അക്ഷരവും രണ്ടായിട്ടാണ് C++ ലാംഗ്വേജിന് ട്രീറ്റ് ചെയ്യുന്നത്. കാരണം C++ ഇസ് എ കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ്. C++ എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് അപ്പർ കേസ് ലെറ്ററും ലോവർ കേസ് ലെറ്ററും രണ്ടായിട്ടാണ് C++ന് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് ഒരു ഐഡന്റിഫയർ ക്രിയേറ്റ് ചെയ്യാൻ പാലിക്കുന്ന റൂളുകൾ. ഏതൊക്കെയാണ്? ഐഡന്റിഫയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഐഡന്റിഫയറിൽ ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, അണ്ടർസ്കോർ ഈ 3 കാര്യങ്ങൾ മാത്രമേ കാണാൻ പാടുള്ളൂ. ആദ്യത്തെ ക്യാരക്ടർ ഒരു ലെറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു അണ്ടർസ്കോർ ആയിരിക്കണം. വൈറ്റ് സ്പേസും സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. കീവേഡ്സുകൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പർ കേസും ലോവർ കേസ് രണ്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ക്യാപിറ്റൽ എന്ന് എഴുതിയാലും സ്മോൾ എന്ന് എഴുതിയാലും C++ൽ അത് 2 ഐഡന്റിഫയറുകളാണ്. ഇനി ഈ പിക്ചർ ഒന്ന് നോക്കൂ. ഇവിടെ കുറച്ച് വാലിഡും ഇൻവാലിഡും ആയിട്ടുള്ള ഐഡന്റിഫയർ തന്നേക്കുന്നുണ്ട്. നമുക്ക് റീസൺ നോക്കാം. ഇപ്പൊ COUNT കൗണ്ട് ഈസ് എ വാലിഡ് ആണ്. വാലിഡ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് വാലിഡ്?
നമ്മൾ റൂളുകളെല്ലാം തന്നെ ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ? ഫസ്റ്റ് ക്യാരക്ടർ ലെറ്ററിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഇതൊരു കീവേഡ് അല്ല. പിന്നെ ഇവിടെ വൈറ്റ് സ്പേസോ സ്പെഷ്യൽ സിമ്പിൾസോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ റൂളുകളെല്ലാം ഇത് കറക്റ്റ് ആയിട്ട് പാലിക്കുന്നത് കൊണ്ട് കൗണ്ട് എന്ന് പറയുന്നത് ഒരു വാലിഡ് ഐഡന്റിഫയർ ആണ്. അടുത്ത സം ഓഫ് ടു നമ്പേഴ്സ്, ഇതും എന്താണ്? ഒരു വാലിഡ് ഐഡന്റിഫയർ ആണ്. ഇവിടെ റൂളുകൾ ഒന്നും തന്നെ വയലേറ്റ് ചെയ്യുന്നില്ല അല്ലേ? അതായത് ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ലെറ്ററും ഡിജിറ്റ്സും ഒക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സ്പെഷ്യൽ സിമ്പിൾസുകൾ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. ഇത് കീവേഡും അല്ല. അപ്പൊ അത് കാരണം എല്ലാ റൂളുകളും ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഇതും ഒരു വാലിഡ് ഐഡന്റിഫയർ ആണ്. അടുത്ത ഫസ്റ്റ് റാങ്ക്, ഇതും എന്താണ്? വാലിഡ് ആണ്. ഇവിടെയും റൂളുകളെല്ലാം തന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഒരു ഐഡന്റിഫയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നുകിൽ ലെറ്ററിലായിരിക്കും അല്ലെങ്കിൽ അണ്ടർസ്കോറിലായിരിക്കണം. അപ്പോൾ ഇവിടെ അണ്ടർസ്കോറിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. സ്പെഷ്യൽ സിമ്പലുകൾ ഒന്നും തന്നെ ഇല്ല, വൈറ്റ് സ്പേസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അത് കാരണം ഇതും ഒരു വാലിഡ് ആയിട്ടുള്ള ഐഡന്റിഫയർ ആണ്. അടുത്ത മെയിൻ, മെയിൻ എന്ന് പറയുന്നത് ഒരു വാലിഡ് ആയിട്ടുള്ള ഐഡന്റിഫയർ ആണ്. എല്ലാ റൂളും ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം വരാം, നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ MAIN മെയിൻ ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് MAIN സ്മോൾ ലെറ്റർ MAIN മെയിൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ മെയിൻ വാലിഡ് ആണ്. അടുത്ത നമുക്ക് കുറച്ച് ഇൻവാലിഡ് ആയിട്ടുള്ളത് തന്നിരിക്കുന്നു. സം ഓഫ് ഡിജിറ്റ്സ്, സം ഓഫ് ഡിജിറ്റ്സ് ഇത് ഇൻവാലിഡ് ആണ്. കാരണം എന്താണ്? ഇവിടെ വൈറ്റ് സ്പേസ്, ഇടയ്ക്ക് ബ്ലാങ്ക് സ്പേസ് വന്നിട്ടുണ്ട്. ബ്ലാങ്ക് സ്പേസ് ഐഡന്റിഫയറിൽ വരാൻ പാടില്ല. സോ ദിസ് ഈസ് ആൻ ഇൻവാലിഡ് ഐഡന്റിഫയർ. ഫസ്റ്റ് ഇയർ, ഫസ്റ്റ് ഇയർ അത് നോക്കൂ, ഇവിടെ ഡിജിറ്റിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഐഡന്റിഫയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഡിജിറ്റിലാണ്. നമുക്കറിയാം ഐഡന്റിഫയർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒന്നുകിൽ ലെറ്ററിൽ അല്ലെങ്കിൽ അണ്ടർസ്കോറിലാണ്. ഇവിടെ ഡിജിറ്റൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇതും എന്തല്ല? വാലിഡ് ഐഡന്റിഫയർ അല്ല. ദാറ്റ് ഈസ് ഇൻവാലിഡ് ഐഡന്റിഫയർ ആണ്. ഫസ്റ്റ് ഡോട്ട് ജാൻ, അവിടെ എന്താ പ്രശ്നം? ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് നോക്കൂ. ഇവിടെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉപയോഗിച്ചിരിക്കുന്നു, ഒരു ഡോട്ട് സിമ്പൽ. അപ്പൊ നമ്മൾ റൂളിൽ പറഞ്ഞിട്ടുണ്ട് ഒരു സ്പെഷ്യൽ സിമ്പിൾസും ഐഡന്റിഫയറിൽ വരാൻ പാടില്ല. അപ്പൊ ഇതും ഇൻവാലിഡ് ആണ്. അടുത്ത ഐഡന്റിഫയർ നോക്കൂ, 4. അപ്പൊ 4ന്റെ പ്രശ്നം എന്താ? 4ന്റെ പ്രശ്നം 4 is a key word. 4 എന്ന് പറയുന്നത് ഒരു റിസർവ്ഡ് വേർഡ് ആണ്, കീവേഡ് ആണ്. ഓക്കെ, അപ്പൊ കീവേഡ് ആയതുകൊണ്ട് ഇതും ഇൻവാലിഡ് ആണ്. അപ്പൊ വാലിഡ് ഐഡന്റിഫയറും ഇൻവാലിഡ് ഐഡന്റിഫയേഴ്സും. എക്സാമിന് ഇതുപോലെ തന്നിട്ട് ചോദിക്കും, ഇത് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ? ഇൻവാലിഡ് ആണെങ്കിൽ റൈറ്റ് ഡൗൺ ദി റീസൺ, റീസൺ എഴുതാൻ എക്സാമിന് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ക്യാരക്ടർ സെറ്റും ടോക്കൺസും ആണ്. ടോക്കൺസിനുള്ളിൽ കീവേഡ്സും ഐഡന്റിഫയറും ഇവ രണ്ടുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആയല്ലോ അല്ലേ? താങ്ക് യു.